Hey guys, welcome back to my YouTube channel. ഇതിന് ഞങ്ങൾ പോയത് കോഴിക്കോടാണ്. കോഴിക്കോട് വെറുതെ പോകുന്നതല്ല, ഈശാന്റെ ഫ്രണ്ട്സും വൈഫും ഉണ്ട്. എല്ലാരായിട്ട് ഒന്ന് കറങ്ങിട്ട് വരാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണുള്ളത്. ഞങ്ങൾ പോയത് വന്ദേ ഭാരതിലാണ്. ഇതില് കഴിക്കാൻ കിട്ടിയതല്ല ഞങ്ങൾക്ക്, എന്റെ ഫാമിലീസ് ഉണ്ടായിന്, ഓരോ വേറെയോ പോകുന്നതാണ്. അപ്പൊ ഓർക്ക് കിട്ടിയത് നമുക്ക് ഷെയർ ആക്കി തന്നതാണ്. പക്ഷെ അതിലുണ്ടതൊന്നും വലിയ പാങ്ങൊന്നുമില്ല. എല്ലാം കഴിച്ചത് ഈശാൻ ഫ്രണ്ട്സ് ആണ്. ഇതില് എന്റെ മുന്നത്തെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം ഇത് ആരൊക്കെയെന്ന്. അങ്ങനെ ഞങ്ങൾ റൂമാണ് നേരെ പോയിട്ട് എടുത്തത്. എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ നേരെ മാളിലേക്ക് പോയത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. എന്നിട്ട് നമ്മൾ റൂമിൽ കയറി കുറച്ച് റെസ്റ്റ് എല്ലാം എടുത്ത് ഞങ്ങൾ വന്നത് കാറിലല്ലല്ലോ, അപ്പോൾ 2 റിക്ഷയാക്കിയിട്ടാണ് പോയത്. ഞങ്ങൾ ഒന്നില് ഓരോന്നില് നല്ല പാങ്ങുണ്ടായിന്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ നേരെ ഐലറ്റ് മാളിൽ കയറി. അവിടെ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഉള്ളത് കിഡ്സിന്റെ, അതായത് ജീപ്പ്, കാറ് അങ്ങനെയെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതില് ഒസിനെ ഇരുത്തി. ഐറിഷിനെ ഇരുത്താൻ കഴിഞ്ഞിട്ടില്ല, അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നു. അവളെ കുറെ വിളിച്ചു നോക്കി, എനിക്കില്ല. പിന്നെ എനിക്കുമ്പോൾ കുറച്ച് ഭയത്. അപ്പം ഞങ്ങൾക്ക് കണ്ടത് നേരെ അതായത് ട്രെയിൻ. അപ്പോൾ ഈ ട്രെയിനിൽ ഇരിക്കുന്നെങ്കിൽ ഞങ്ങളെ കിഡ്സിന്റെ ഒക്കെ ഒരാൾക്ക് കൂടി കയറാം. അതിൽ കയറിയിട്ട് ഫുള്ള് റൗണ്ട് ചുറ്റി എന്നിട്ട് വന്നപ്പോൾ നേരെ ഞങ്ങളുടെ ഒരു ചെല്ലയുടെ ഒരു ഗ്ലാസിൻ്റെ, മിറർ ഗ്ലാസിൻ്റെ ഒരു റൂമുണ്ട്, അവിടെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയി. പാങ്ങുണ്ട്, മോശമില്ല. പക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോഴായിരിക്കും ഇത് പാങ്ങ്. ഫുള്ള് ഗ്ലാസ് തന്നെ ഉള്ളത്. അപ്പോൾ എയിൽ കൂടിയിട്ട് പോകണോ എയിൽ കൂടിയിട്ട് പെറണോന്ന് അറിയാത്ത പോലെയാണ് ഇത്. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ കാണുന്നത് അടുത്ത ക്ലാസ്സിലാകുമ്പോൾ ഏത് ബൈന്ന് അറിയില്ല. അപ്പോൾ ഇത് ഒന്നിച്ചിട്ട് പോകുമ്പോൾ, ഒരാൾ പോകുന്ന ബാക്കിൽ പോകുമ്പോൾ അതിനൊരു മജയില്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ പൈതി പോകുമ്പോൾ അത് നല്ലൊരു പാങ്ങുണ്ടാവും. അപ്പം നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കയറാൻ നോക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കോഫിയോ എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ചിട്ട് പോയി. അപ്പോൾ ഐറിഷ്യൻ ഐസ്ക്രീമാണ്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ വാങ്ങിയിട്ട് കഴിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഫുള്ള് കറങ്ങിയിട്ടായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഗെയിമിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോയത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഒന്നാമത് ഐറിഷ്യക്കാരി എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ടായിട്ട് ഫുള്ള് മജാക്കിയത്, മാളിൽ കയറി നമ്മൾ ഫുള്ള് മജാക്കിയത് ആടെയാണ്. നമ്മന്നല്ല, ആ മാളിൽ കയറിയിട്ട് എല്ലാവരും മജാക്കിയത് ആ ഒരു ഗെയിമുള്ള ഒരു സെക്ഷനിലായിരിക്കും. ഗെയിമിൽ ഫസ്റ്റ് ആയത് ഇജുച്ച, അത് കഴിഞ്ഞിട്ട് അസർ, എന്നിട്ട് മുസു. ഗെയിമിൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കഴിക്കാൻ പോയി. KFC, ബർഗർ, മന്തി, നൂഡിൽസ് വാങ്ങിയിട്ട് ഞങ്ങൾ കഴിച്ചു. കഴിച്ച് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ നേരെ പോയത് മിഠായി തെരുവിൽ. മിഠായി തെരുവ് എന്ന് പറയുന്നത് ഒരു ചന്ത പോലെ. പക്ഷെ ഞാൻ റീൽസിലും വീഡിയോസിലും കണ്ട പോലെ ഒന്നുമല്ല, വലിയ മജയൊന്നുമില്ല. നമ്മൾ അവിടെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിൽ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ബീച്ചിൽ പോയില്ലെങ്കിൽ പിന്നെ അതിനൊരു മജയില്ല. അങ്ങനെ ഞങ്ങൾ പോയിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത കുറേ ടോയ്സ് എല്ലാം കണ്ട് അതെല്ലാം വാങ്ങിയിട്ട് കളിച്ച്. കുഞ്ഞി ഉപ്പ ഉമ്മ ഒന്നുമില്ല, എല്ലാവരും കളിച്ച് കഴിഞ്ഞിട്ട് റൂമിൽ പോയിട്ട് കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എണിച്ചതാണ് ഇപ്പോൾ കാണുന്നത്. കോഴിക്കോട് അലുവ അങ്ങനത്തെ ബേക്കറി അതെല്ലാം വാങ്ങി. എന്നിട്ട് നമ്മൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ചായ കുടിച്ച്. അത് കഴിഞ്ഞിട്ടായിട്ട് മുസു പറഞ്ഞ് നമുക്ക് റഹ്മത്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബീച്ചിട്ടായിട്ട് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി. എന്നിട്ട് അവിടുന്ന് നമ്മൾ ബീച്ച്, അതായത് ചോറ് വേച്ച് ബിരിയാണിയാണ് ഓർഡർ ആക്കിയത്. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. അത് കഴിഞ്ഞിട്ട് വെച്ചിട്ടായിട്ട് നമ്മൾ നേരെ ട്രെയിനിൽ കയറി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. ബൈ.